ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. ഓണമായിട്ട് നമ്മുടെ ഓണസദ്യയുടെ ഐറ്റംസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പായസത്തിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നി. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് മുതൽ ഓണം കഴിയണ വരെ ഞാൻ ഡെയിലി നമ്മുടെ ഓണത്തിൻ്റെ ഐറ്റംസ് പോസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചെറുപരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. പയറില്ലേ, ചെറുപയറിൻ്റെ പകുതി, മൂങ് ദാൾ, ഗ്രീൻ ഗ്രം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ നന്നായി കഴുകി ഇതുപോലൊരു തുണിയിൽ വിരിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആവാനായിട്ട്, വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആ പരിപ്പൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ 1 കപ്പ് പരിപ്പ് എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഒന്ന് വറക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചച്ചോയ ഉണ്ടാവും പായസത്തിന്. അപ്പോൾ ഒന്ന് വറുത്തിട്ട് വേണം ഇടാൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കഴുകണതിന് മുമ്പ് വറുത്തിട്ട് നെയ്യൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് കഴുകി വെച്ചാലും മതി. നിങ്ങൾ ഈ പരിപ്പിട്ട് വറക്കുമ്പോൾ ഒന്ന് നല്ല കടായി ആണെങ്കിൽ അത് എടുക്കണ്ട. ചിലപ്പോൾ അത് സ്ക്രാച്ച് ആവും. നോൺ സ്റ്റിക്ക് ആവുമ്പോൾ ഇരുമ്പിൻ്റെ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വറുത്താലും മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതൊരു പഴയ കടായിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ട് വറക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ബ്രൗൺ കളർ ആവണമെന്നില്ല, പക്ഷെ ആയി കഴിഞ്ഞാൽ നമുക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന പായസം ഇടയിലൊന്നും ഇങ്ങനെ കടിക്കില്ലേ, അതുമാതിരി ഒന്ന് കടിക്കാൻ കിട്ടും. അതിനാണൊന്ന് ബ്രൗൺ കളർ ആക്കിയത്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ആ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുറച്ച് വലുത് തന്നെ എടുക്കാം, കാരണം നമുക്ക് ഇനി ആ വെള്ളപ്പാവൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് തെറിക്കും, നമ്മുടെ മേലേക്കൊക്കെ ഒന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കുഴിയുള്ളൊരു പാത്രം എടുത്താൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പരിപ്പിട്ട് കൊടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, പരിപ്പൊന്ന് വേവാനുള്ള വെള്ളം മതി. അപ്പം ഞാൻ ഇത്രേ ഒഴിക്കണുള്ളൂ. ഇനി ബാക്കി നമുക്ക് തേങ്ങാപ്പാലും ഒക്കെ വരുമല്ലോ, അപ്പം അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 കപ്പ് എടുത്തത്. നിങ്ങൾക്ക് നിറയെ പായസമൊക്കെ കഴിക്കുന്നവരാണ്, നിറയെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പരിപ്പിൻ്റെ അളവ് കൂട്ടിക്കോളും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിനി ഒരു 2 വിസിൽ മതിയാവും. 2 വിസിൽ വേവും, നമ്മൾ വറുത്ത പരിപ്പും കൂടെ അല്ലേ. അപ്പോൾ ഒരു 2 വിസിൽ കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. അപ്പോൾ ആ പരിപ്പ് അവിടെ വേവണ സമയം കൊണ്ട് നമുക്കിവിടെ അതിനുള്ള വെള്ളം റെഡിയാക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട. ഇതിലേക്ക് ഞാൻ ഇതുപോലെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് ചേർത്തു. എൻ്റെ കയ്യിലിപ്പോൾ വെള്ളത്തിൻ്റെ പൊടിയാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പൊടി യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വെള്ളമാണുള്ളതെന്നുണ്ടെങ്കിൽ വെള്ളം ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി. ഞാൻ അതുകൊണ്ടാണ് 2 കപ്പ് എന്നുള്ള അളവ് പറഞ്ഞത്. എൻ്റെ കയ്യിൽ അച്ചില്ല. ഇപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട, വെള്ളത്തിൻ്റെ അച്ചിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. കാരണം നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഇനിയിപ്പോൾ തേങ്ങാപ്പാലും ഒക്കെ ചേരുമ്പോൾ ഒക്കെ വെള്ളം തന്നെയല്ലേ. അപ്പോൾ പിന്നെ മധുരത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 400-500 ഗ്രാമിൻ്റെ അടുത്ത് വരും. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/2 കിലോൻ്റെ അളവ് കണക്കാക്കാം. ഇനി ഇതൊന്ന് പാവാക്കിയിട്ട് അരിച്ചെടുക്കണം. കല്ലൊന്നുമില്ല, എന്നാലും പായസത്തിലാവുകൊണ്ട്
നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ. പൊടിയാവുകൊണ്ട് വേഗം അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അച്ചാണുള്ള അച്ച ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചെയ്താലും മതി. അല്ല അച്ച അങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് പാവാക്കിയാലും മതി. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. വെള്ളം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഉരുക്കിയത്. അപ്പം ഞാൻ ആ പരിപ്പ് പുറത്ത് അതേ കടായിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കരിയണ്ട, അതിനു മുമ്പ് നമുക്ക് മാറ്റാം. കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റാം. ഇപ്പം അതേ നെയ്യിൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് നീളത്തിലാണ് മുറിച്ചിരിക്കണേ. നമ്മൾ അപ്പത്തിനൊന്നും മുറിക്കണ മാതിരി അത്ര ചെറുതായിട്ടല്ല മുറിച്ചിരിക്കണേ. പിന്നെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ പരിപ്പ് അപ്പുറത്തെ അടുപ്പിൽ വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഇത് വറുത്തെടുത്തിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇത് മതി. ഇപ്പം ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി ഒന്ന് ഈ ചൂടിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കളർ മാറും. കൂടുതൽ ഇതാക്കിയാൽ നമ്മളത് കൂടുതൽ ഫ്രൈ ചെയ്താൽ കരിയും. അപ്പോൾ ഇത് മതി. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റട്ടെ. ഇനി അതേ നെയ്യിൽ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇവിടെ ഫ്രൈ ആയി തുടങ്ങി. ഇതും കൂടെ കോരി മാറ്റാം. അപ്പം നമ്മുടെ കുക്കറൊന്ന് തുറന്നു നോക്കാം. 2 വിസിലിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. അധികം വെള്ളവും ഇല്ല. നന്നായി വെന്തിട്ടുണ്ട് പരിപ്പ്. ഇതിപ്പോൾ ഞാൻ കൃത്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയത് കാരണമാണ് 1 കപ്പ് വെള്ളമൊഴിച്ച് വേവിക്കണേ. നിങ്ങൾക്ക് പേടിയുണ്ട് അത് കരിയെന്ന് തോന്നണേ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ട് വേവിച്ചോളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 കപ്പ് ചേർക്കാം. നമുക്ക് പാകം നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടിയ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഈ നമ്മൾ ചേർത്ത ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് പരിപ്പിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതുവരെ ഇതൊന്ന് തിളപ്പിക്കാം. വെള്ളം ഇവിടെ ശരിക്ക് കുറുകി പരിപ്പിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയി കേട്ടോ. ഇത് ഒന്ന് കുറുകി വന്നപ്പോൾ പിന്നെ ഞാൻ വെള്ളപ്പാവ് കലക്കിയത് ഒരുപാട് വെള്ളമില്ലാതെ നല്ല തിക്കിലായിരുന്നു. അപ്പോൾ കുറച്ച് എളുപ്പമായിട്ട് പിടിച്ചോളും. ഒരുപാട് വെള്ളം ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ച 2ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഞാൻ തേങ്ങ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ഒരു തുണിയിലിട്ടിട്ട് പിഴിഞ്ഞു. ചൂടുവെള്ളം തെളിച്ചു കൊടുത്തിട്ട് അതിലൊരു 2 കപ്പോളം എനിക്ക് തേങ്ങാപ്പാൽ കിട്ടി. ബാക്കി ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തു. അപ്പം ഇതൊരു 4.5 കപ്പോളം ഉണ്ട് 2ാം പാല്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ 2ാം പാല് ഒന്ന് കുറുകിയിട്ടുമുണ്ട്. അപ്പോൾ പുക അടിക്കണ കാരണം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇപ്പം എനിക്കിപ്പോൾ ഇതിലിത്തിരി മധുരം കുറവുള്ള മാതിരി ഉണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ വെല്ലം എന്ന് പറയുന്നത് ശർക്കരയാണ് കേട്ടോ. ഓരോ സൈഡിലേക്ക് ഓരോ പേരല്ലേ. ഇപ്പം ആ വെല്ലവും ചേർത്ത് കൊടുത്ത രണ്ടാമത് ചേർത്ത് കൊടുത്ത വെല്ലവും നന്നായി തിളച്ച് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും എനിക്ക് ഒന്നാം പാല് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 2 ഗ്ലാസ് ഇത് ചേർത്ത് കൊടുത്തു. അപ്പം ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിട്ടിരിക്കണേ. ഇനി ഇത് തിളയ്ക്കണ്ട, ജസ്റ്റ് സൈഡിൽ നിന്നൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചുക്കുപൊടി ചേർക്കാം. എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂ, തേങ്ങയും ഗ്രേപ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഇരിക്കുമ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരും. അതാണ് ഞാനിപ്പോൾ ഇത്രയും കട്ടി മതി എനിക്ക്. ഇരുന്ന് ആറുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് 2ാം പാല് തിളപ്പിച്ച് വെള്ളത്തിനനുസരിച്ച് 2ാം പാല് ചേർക്കും. പിന്നെ പരിപ്പ് വേവിക്കുമ്പോൾ വെള്ളമൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചെയ്തോളൂ. എനിക്കിപ്പോൾ ഇത് മതി. അപ്പം ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ ഈ കട്ടിയിൽ ഓഫ് ചെയ്യാണ് നല്ലത്. ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം.